സ്വന്തം രാജ്യത്തെ പ്രതിരോധിക്കാൻ സ്വയം കഴിവില്ലാത്ത ഗൾഫ് രാജ്യങ്ങളിലെ ഭരണാധികാരികളുടെ കഴിവുകേടിനെ കുറിച്ചല്ല, ഇപ്പോഴും ഗൾഫ് ഭരണാധികാരികളുടെ സ്തുതി പാഠകരായി തന്നെ ഈ ആധുനിക കാലത്തും അടിമകളായി കഴിയുന്ന മലയാളികളായ കോമാളികളെക്കുറിച്ച് ഓർക്കുമ്പോഴാണ് പുച്ഛം തോന്നുന്നത്. ഇറാൻ 9 ദിവസമായി ഗൾഫ് രാജ്യങ്ങൾക്ക് നേരെ വ്യാപകമായ ആക്രമണങ്ങൾ നടത്തിയിട്ടും ഒന്നും ചെയ്യാൻ കഴിയാതെ ഭയന്നിരുന്നു. അമേരിക്ക കൊടുത്ത മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ ഇല്ലായിരുന്നുവെങ്കിൽ ദുബായ് ഒക്കെ ഇപ്പോൾ ഗാസ പോലെയായി മാറിയേനെ. ഇത്രയും ദുർബലമായ രാജ്യങ്ങളെ ആക്രമിച്ചത് ഓർത്ത് തന്നെ ഇറാൻ തന്നെ സ്വയം നാണക്കേട് തോന്നി അവരായിട്ട് യുദ്ധം നിർത്തി എന്നതാണ് കേൾക്കുന്നത്. അതായത് കഴിഞ്ഞ 9 ദിവസമായി തന്നെ ഗൾഫ് രാജ്യങ്ങൾക്കുമേൽ ഇറാൻ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ആക്രമണം നടത്തി മുൾമുനയിൽ നിർത്തിയിട്ട് പോലും തിരിച്ചടിക്കാനുള്ള ധൈര്യം ഇവിടെ ഗൾഫ് രാജ്യങ്ങൾ കാണിക്കാത്തത് ഭരണകൂടത്തിനെതിരെ വലിയൊരു രീതിയിൽ, അതായത് ഇത്തരത്തിൽ ഒരു തിരിച്ചടി നടത്താൻ പോലും കഴിവില്ലാത്ത ഭരണകൂടമായി മാറിയോ എന്നതാണ് ഇവിടെ ചോദ്യങ്ങൾ ഉയരുന്നത്. ഇത്തരത്തിൽ ഭരണകൂടത്തിനെതിരെ അതീവ രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചുകൊണ്ട് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ് രാഷ്ട്രീയ നിരീക്ഷകനായ ജിതിൻ ജേക്കബ്. കാരണം ഇത്രയധികം ദിവസമായി തന്നെ ഗൾഫ് രാജ്യങ്ങളിൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയാണ് ഇറാൻ. US താവളങ്ങൾക്ക് നേരെ, അതായത് ഗൾഫ് രാജ്യങ്ങളിൽ തമ്പടിച്ചിട്ടുള്ള US താവളങ്ങൾക്ക് നേരെ വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ നടക്കുന്നു. അവിടുത്തെ ജനവാസ മേഖലയിൽ അവിടുത്തെ ജനവാസ കേന്ദ്രത്തിൽ പോലും വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ നടക്കുമ്പോൾ ഒരക്ഷരം പോലും മിണ്ടാൻ, അല്ലെങ്കിൽ ഒരു ചെറു വിരൽ അനക്കാൻ പോലും ഗൾഫ് രാജ്യങ്ങൾ മുതിരുന്നില്ല എന്നതാണ് ഇവിടെ ഏറ്റവും വലിയ വിരോധാഭാസമായി എടുത്തു പറയേണ്ട കാര്യം. ഈ ഒരു രീതിയിലേക്കുള്ള ഗൾഫ് രാജ്യങ്ങളുടെ നിലപാടിനെ അതിരൂക്ഷമായി വിമർശിച്ചുകൊണ്ടാണ് ജിതിൻ ജേക്കബ് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. ഇത്രയും ദുർബലമായിരുന്നോ ഗൾഫ് രാജ്യങ്ങൾ എന്ന ചോദ്യത്തോടു കൂടിയാണ് അദ്ദേഹത്തിന്റെ പോസ്റ്റ് പോലും തുടങ്ങുന്നത്. അദ്ദേഹം ഫേസ്ബുക്കിൽ പങ്കുവച്ച പോസ്റ്റിലൂടെയാണ് ഇത്തരത്തിൽ വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. ആ പോസ്റ്റിന്റെ പൂർണ്ണ രൂപം ഒന്ന് നോക്കാം. ഇത്രയും ദുർബലമായിരുന്നോ ഗൾഫ് രാജ്യങ്ങൾ? അടിമകൾ വാനോളം പുകഴ്ത്തും, പക്ഷേ യാഥാർത്ഥ്യം മറ്റൊന്നാണ് എന്ന് തെളിഞ്ഞു. ഇറാൻ 9 ദിവസമായി ഗൾഫ് രാജ്യങ്ങൾക്ക് നേരെ വ്യാപക ആക്രമണങ്ങൾ നടത്തിയിട്ടും ഒന്നും ചെയ്യാൻ കഴിയാതെ ഭയന്നിരുന്നു. അമേരിക്ക കൊടുത്ത മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ ഇല്ലായിരുന്നുവെങ്കിൽ ദുബൈയൊക്കെ എപ്പോഴേ ഗാസ പോലെയായി മാറിയേനെ. ഇത്രയും ദുർബലമായ രാജ്യങ്ങളെ ആക്രമിച്ചതിനെ ഓർത്ത് ഇറാന് സ്വയം നാണക്കേട് തോന്നി അവരായിട്ട് യുദ്ധം നിർത്തി എന്നതാണ് കേൾക്കുന്നത്. പരമാധികാര രാജ്യങ്ങളല്ലേ ഇതൊക്കെ? അതോ ഗൾഫ് രാജ്യങ്ങൾ ആധുനിക കാലത്തെ അമേരിക്കൻ കോളനികൾ മാത്രമാണോ? അവർക്ക് സ്വയം പ്രതിരോധിക്കാനുള്ള കഴിവില്ലാത്തത് കൊണ്ടാണോ? അതോ അമേരിക്ക തങ്ങളെ എല്ലാം കാത്തു സൂക്ഷിച്ചുകൊള്ളും എന്ന മൂഢസ്വർഗത്തിലായിരുന്നോ അവർ? ജനങ്ങളോട് പുറത്തിറങ്ങരുത് എന്ന് പറയാനല്ലാതെ ഷിയ രാജ്യമായ ഇറാനെതിരെ തിരിച്ചടിക്ക് ഗൾഫ് രാജ്യങ്ങളിലെ ഭരണാധികാരികൾക്ക് സാധിക്കുന്നില്ല. അങ്ങനെ ഒരു ചിന്ത പോലും അവർക്കില്ല എന്ന് തോന്നുന്നു. ഞങ്ങൾക്ക് നേരെയുള്ള ആക്രമണങ്ങളെ കയ്യും കെട്ടി നോക്കി നിൽക്കില്ല എന്നൊക്കെ തള്ളുന്നത് അല്ലാതെ തന്നെ ഗൾഫ് രാജ്യങ്ങളിലെ ഭരണാധികാരികൾ ഒന്നും ചെയ്യാനാകുന്നില്ല. അതായത് ഭരണാധികാരികൾക്കൊന്നും ചെയ്യാനാകുന്നില്ല. ഇറാഖ് 1990-ൽ കുവൈറ്റിനെ ആക്രമിച്ച് കീഴ്പ്പെടുത്തിയത് വെറും 12 മണിക്കൂർ താഴെ സമയം കൊണ്ടായിരുന്നു. യുദ്ധമെന്ന് കേട്ടതും അന്നത്തെ കുവൈറ്റ് ഭരണാധികാരികൾ നാട് വിട്ട് ഓടിപ്പോയി. കുറച്ച് മാസങ്ങൾക്ക് മുൻപ് ഖത്തർ അഭയം നൽകിയിരിക്കുന്ന ഹമാസ് തീവ്രവാദികളെ ലക്ഷ്യം വെച്ച് ഇസ്രായേൽ ഖത്തറിൽ കയറി ആക്രമണം നടത്തിയിരുന്നു. അന്ന് ഖത്തർ തള്ളിയതോർത്താൽ ഇന്ന് ഇസ്രായേൽ ഭൂമിയിൽ ഉണ്ടാവുമായിരുന്നില്ല. സൗദിയിലെ മുൻ ഇന്ത്യൻ അംബാസിഡറായിരുന്ന തൽമിസ് അഹമ്മദ് 2022-ൽ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞത് വെസ്റ്റ് ഏഷ്യ മുഴുവൻ ദുർബലമാണ് എന്നതായിരുന്നു. ഇത്രയും പരിതാപകരമാണ് എന്ന് ഒരിക്കലും കരുതിയിരുന്നില്ല. ഇത്രയും ആക്രമണം ഏറ്റുവാങ്ങിയിട്ടും വിശാല ഹൃദയരായ ഗൾഫ് ഭരണാധികാരികൾ ഷിയ രാജ്യമായ ഇറാനോട് ക്ഷമിക്കുകയായിരുന്നു എന്നതാണോ ക്യാപ്സ്യൂൾ എന്നതറിയില്ല. അതോ ഇനി ഞങ്ങളെ രക്ഷിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് ഗൾഫ് ഭരണാധികാരികൾ അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും പുറകെ നടക്കുന്നു എന്നതാണോ എന്നും അറിയില്ല. ഏറ്റവും പരിഹാസ്യമായ കാര്യം ഇറാന്റെ ആക്രമണത്തിൽ പരിക്കേറ്റ പൗരന്മാരെ സന്ദർശിക്കുന്ന UAE ഭരണാധികാരിയുടെ ഫോട്ടോയുടെ താഴെയുള്ള മലയാളികളായ അടിമകളുടെ കമന്റുകളാണ്. കരുത്തനായ ഭരണാധികാരി ഇപ്പോൾ ഞങ്ങൾക്ക് ഭയമില്ല പോലും. ഇവന്മാരുടെ കഴിവുകേട് കണ്ട് സങ്കടം വന്ന ഫ്രാൻസ് പോലും രംഗത്തിറങ്ങി ഇറാന്റെ കുറെ മിസൈലുകൾ അടിച്ചിട്ട് ഗൾഫിനെ രക്ഷിച്ചു. നിങ്ങൾ ഒന്ന് ആലോചിച്ചു നോക്കൂ. പാകിസ്ഥാൻ ഇന്ത്യയെ തുടർച്ചയായി 9 ദിവസം ആക്രമിക്കുന്നു. ഇന്ത്യ ഒന്നും ചെയ്യാതെ കൈയും കെട്ടി നോക്കി നിൽക്കുന്നു.
പാകിസ്ഥാന്റെ ആക്രമണത്തിൽ ഇന്ത്യയിൽ വ്യാപകമായി തന്നെ നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്നു. ഇന്ത്യൻ പൗരന്മാർ മിസൈൽ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നു. ജനങ്ങൾക്ക് പുറത്തിറങ്ങാൻ വയ്യ, യാത്ര ചെയ്യാൻ വയ്യ. സാമ്പത്തിക രംഗം തന്നെ താറുമാറായി. അപ്പോൾ നമ്മുടെ പ്രധാനമന്ത്രി പാകിസ്ഥാൻ ആക്രമണത്തിൽ പരിക്കുപറ്റി ആശുപത്രിയിൽ കഴിയുന്ന ജനങ്ങളെ സന്ദർശിക്കാൻ വരുമ്പോൾ ധീരനായ പ്രധാനമന്ത്രി ഉള്ളപ്പോൾ ഞങ്ങൾക്ക് ഭയമില്ല എന്ന് പറഞ്ഞാൽ എന്തൊരു അശ്ലീലമായിരിക്കും അത്. അന്നം തരുന്ന നാട് എന്നൊക്കെ പറഞ്ഞ് അടിമകളായി ജീവിക്കുന്ന ഊളകൾക്ക് എന്ത് അഭിമാനം. മുട്ടിലിഴഞ്ഞ് ന്യായീകരിക്കാൻ അല്ലാതെ വേറെ എന്ത് ചെയ്യാൻ? സ്വന്തം രാജ്യത്തെ പ്രതിരോധിക്കാൻ സ്വയം കഴിവില്ലാത്ത ഗൾഫ് രാജ്യങ്ങളിലെ ഭരണാധികാരികളുടെ കഴിവുകേടിനെ കുറിച്ചല്ല, ഇപ്പോഴും ഗൾഫ് ഭരണാധികാരികളുടെ സ്തുതി പാഠകരായി തന്നെ ഈ ആധുനിക കാലത്തും അടിമകളായി കഴിയുന്ന മലയാളികളായ കോമാളികളെ കുറിച്ച് ഓർക്കുമ്പോഴാണ് പുച്ഛം തോന്നുന്നത്. ഇസ്രയേൽ കുറച്ചുനാൾ മുൻപ് ഖത്തറിൽ കയറി പൊട്ടിച്ചപ്പോൾ പോലും ഇവന്മാർ ഇത്രയും ദുർബലമാണ് എന്ന് കരുതിയില്ല. എനിക്ക് ഇറാൻ സൈന്യത്തോടാണ് പറയാനുള്ളത്, ഇത്രയും ദുർബലരായ രാജ്യങ്ങളെ ആക്രമിച്ച് ഗമ കാണിക്കാൻ ഉളുപ്പുണ്ടോ ചെങ്ങാതികളെ അനക്കൊക്കെ? ഇറാൻ നിങ്ങളുടെ വില കളയുകയാണ്. ഇത്തരം ചീള് കേസുകളെ വിട്ടുകള. ചുമ്മാ ഇരുന്ന് തള്ളാനല്ലാതെ വേറെ ഒന്നും അറിയില്ല അവർക്ക്. ഇസ്രയേലിനോട് ചോദിച്ചാൽ അവർ പറഞ്ഞു തരും. ഇതായിരുന്നു ജിതിൻ ജേക്കബ് പങ്കുവെച്ച പോസ്റ്റിന്റെ പൂർണ്ണരൂപം. അക്ഷരാർത്ഥത്തിൽ ഒന്നിരുത്തി ചിന്തിക്കുന്നത് തന്നെയാണ് അദ്ദേഹത്തിന്റെ പോസ്റ്റ്. കാരണം ഇത്രയധികം പ്രശ്നങ്ങൾ ഗൾഫ് രാജ്യങ്ങൾ നേരിട്ടിട്ട് കൂടി എന്തുകൊണ്ടാകാം അവർ ഒരു ചെറുവിരൽ പോലും അനക്കാത്തത് എന്നതിൽ എല്ലാവരും ഒരു ചോദ്യചിഹ്നമായി തന്നെ അവിടെ എടുത്തു കാണിക്കുന്ന ഒന്നാണ്. എന്നാൽ ഇവിടെ ജിതിൻ ജേക്കബ് പരാമർശിച്ചതുപോലെ തന്നെ ഇസ്രയേലിൻ്റെയോ അല്ലെങ്കിൽ അമേരിക്കയുടെയോ കാല് പിടിക്കുന്ന ഒരു ഗതികേടിലേക്കാണോ ഗൾഫ് രാജ്യങ്ങൾ നീങ്ങുന്നത്? അതോ അവർക്ക് ഇത്രയധികം ഭരണ സംവിധാനങ്ങൾ അല്ലെങ്കിൽ ഇത്രയധികം കരുത്തുറ്റ ശക്തമായ ഭരണ സംവിധാനങ്ങൾ ഉണ്ടായിട്ട് പോലും എന്തുകൊണ്ട് അവയൊന്നും വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്തുന്നില്ല എന്ന ചോദ്യങ്ങൾ പോലും ഇവിടെ പല പൊതുജനങ്ങളും ഇവരോടായി തന്നെ ചോദിക്കാൻ പല കമൻറ്റുകളടക്കം ഇതിലൂടെ തന്നെ രേഖപ്പെടുത്തുന്നുണ്ട്. ഇതെല്ലാം മുൻനിർത്തിക്കൊണ്ടാണ് ഇപ്പോൾ അദ്ദേഹം തന്നെ ഇത്തരത്തിൽ രൂക്ഷമായ ഒരു ഭാഷയിൽ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.